മനസ്സോടും ഉത്കണ്ഠയോടും കൂടിയാണ് നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നത് എന്നെനിക്കറിയാം. ഒരു കാര്യം ഞാൻ മുൻപ് നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. 2018 കേരളത്തിലെ ഉത്സവങ്ങൾ, അതുപോലെ തന്നെ നേർച്ചകൾ, അതുപോലെ തന്നെ പെരുന്നാളുകൾ, അതെല്ലാം ഒരു പ്രഭാതത്തിൽ വേണ്ടെന്ന് വയ്ക്കാൻ ആര് തീരുമാനിച്ചാലും വിലപ്പോവില്ല എന്ന് മാത്രം നിയമങ്ങൾ മാത്രമല്ല, സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് ചില ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ കൂടിയാണ്. ആ കീഴ്വഴക്കങ്ങൾ ജനഹിതത്തിൻ്റെ ഭാഗത്തു നിന്ന് വളർന്നു വരുന്നതാണ്. ഉത്സവങ്ങൾ ജനങ്ങൾക്ക് ആഹ്ലാദിക്കാൻ മാത്രമുള്ളതല്ല, ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല, അത് ഉർവരത അനുഷ്ഠാനങ്ങൾ കൂടിയാണ്. ഉർവരത എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി, മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളെ, ആചാരങ്ങളെ ഏതെങ്കിലും ഒരു വിധി കൊണ്ട് നിയന്ത്രിക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരളത്തിൽ അത്ര എളുപ്പം നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് ചെന്നൈ കോടതി നിരോധിച്ചു. ഇവിടെ നിയമവിദഗ്ധനായിട്ടുള്ള ജയശങ്കറുണ്ട്. ചെന്നൈ ഹൈക്കോടതി ജല്ലിക്കെട്ട് നിരോധിക്കാനുള്ള കാരണം, ഈ ജല്ലിക്കെട്ട് കഴിഞ്ഞാൽ 10-25 പേർക്കെങ്കിലും മാരകമായ പരിക്കേൽക്കും. കോടതി ഈ പ്രശ്നത്തിൽ മൃഗപീഡനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് കാളകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായ വിധി ഉണ്ടാക്കിയത്. പക്ഷേ തമിഴൻ മറീന ബീച്ച് മുതൽ അങ്ങോട്ട് നിരന്ന് കൈകോർത്ത് പിടിച്ചപ്പോൾ പിന്നീട് നിയമം തിരുത്തേണ്ടി വന്നു. ജല്ലിക്കെട്ടിപ്പോൾ തമിഴൻ ആചരിക്കുന്നുണ്ട്, അവരുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്, കഷ്ടമാണ്. അതുപോലെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാന്റെ കാലം മുതൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പൂരമാണ്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പെരുമ മുഴുവൻ അതിലുണ്ട്. തൃശ്ശൂർ പൂരത്തിൽ കാണികൾ മാത്രമല്ല, ഒരു സമൂഹത്തിലെ പല വിഭാഗങ്ങൾ ഈ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നുണ്ട്. വാദ്യമേളങ്ങൾ, അതുപോലെ തന്നെ ഇതിനു വേണ്ടി എത്തുന്ന കച്ചവടക്കാർ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. അവരൊക്കെ ഇനി എന്ത് ചെയ്യണം? അവരൊക്കെ ഇനി എവിടെ പോകണം? ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണികളിൽ ഒന്നാണ് നമ്മുടെ ഇലഞ്ഞിത്തറമേളം. നമ്മളുടെ വെടിക്കെട്ട് എന്ന് പറയുന്നത് താളനിബദ്ധമാണ്. തൃശ്ശൂർ പൂരത്തിൽ 1-2 തവണ ചെറിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ താളനിബദ്ധമായ ഒരു വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ളത്. അത് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് പെസോയുടെ നിയമങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ആനയെഴുന്നള്ളിപ്പിന്റെ കാര്യം പറഞ്ഞു. വന്യജീവി നിയമങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിലാണ്. എങ്കിലും ഈ നിരോധനങ്ങളുടെ എല്ലാം മറ നീക്കി നമ്മൾ പൂരമാഘോഷിച്ചതുപോലെ നാളെയും പൂരമാഘോഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവിടെ കൂടിയിട്ടുള്ള മനുഷ്യരുടെ ഈ വിശ്വാസത്തെ സംരക്ഷിക്കണം എന്നുള്ള അഭിപ്രായമാണ് തൃശ്ശൂരിനുള്ളത്. ഇത് തൃശ്ശൂർ പൂരത്തിന്റെ മാത്രം കാര്യമല്ല, തൃശ്ശൂർ പൂരത്തിന്റെ മാത്രം കാര്യമല്ല, കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളെയും ഇത് ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. ഇവിടെ കൊടിയുടെ നിറത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിലെ വർണ്ണവർഗ ലിംഗ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലോ ആരും ഈ വേദിയിൽ ഇരിക്കുന്നില്ല. എല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. നമുക്ക് തൃശ്ശൂർ പൂരം നടത്തണം. അത് തൃശ്ശൂരിന്റെ പെരുമയ്ക്കും തൃശ്ശൂർ പൂരങ്ങളുടെ പൂരം എന്നുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ലോക അംഗീകാരത്തിന് ഒരു കോട്ടവും തട്ടാതെ മുന്നോട്ട് പോകാൻ
തൃശ്ശൂരിനെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്ന് നിൽക്കണം എന്നാണ് പറയാനുള്ളത്. ഇതിൽ കക്ഷി ചേരേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിൽ കക്ഷി ചേരേണ്ട ഗവൺമെന്റുകളും കോടതിയിൽ കക്ഷി ചേരണം. കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് കോടതിയുടെ ഈ തീരുമാനത്തിന് മാറ്റമുണ്ടാകുന്ന വിധത്തിൽ ജനഹിതം വളർന്നു വരാൻ ബഹുമാനപ്പെട്ട കോടതി നിയമത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇതെങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ള ധാരണയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുന്നതിന്റെ ആദ്യ നാന്ദിയായി ഞാൻ ഈ മഹാസമ്മേളനത്തെ കാണുന്നു. തൃശ്ശൂരിനെ സ്നേഹിക്കുന്ന ഈ പൗരാവലിയുടെ മുന്നിൽ ഓരോ ജനപ്രതിനിധി ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാൻ ഈ സന്ദർഭത്തിൽ